എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആക്ച്വലി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ട്യൂബ് റോസിനെ പറ്റിയിട്ടാണ്. ഞാനുള്ളത് തമിഴ്നാട് ഒരു ട്യൂബ് റോസിൻ്റെ ഒരു തോട്ടത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്യൂബ് റോസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളും എന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തമ്പനയിൽ രാത്രിയിലെ രാജകുമാരി എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ആ ഒരു സിമ്പിൾ ഞാൻ ഇട്ടതും പർപ്പസ്ഫുള്ളിയാണ്. കാരണം അതിന് കാരണങ്ങളുണ്ട്. അപ്പം ആ കാരണത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ട്യൂബ് റോസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. ട്യൂബ് റോസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 149 ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്യുന്ന ഒരു പൂക്കൃഷിയാണ്. ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത് തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. നോർമലി ഇത് കൃഷി ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പൂമാലകൾ കെട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് കൂടുതലായിട്ടും ഈ ഒരു കൃഷി നമ്മൾ ചെയ്യാറുള്ളത്. ഇതിൻ്റെ എന്താണ് നമ്മൾ പ്രൊപ്പഗേഷൻ മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ബൾബുകളാണ്, അതായത് അതിൻ്റെ കിഴങ്ങുകളാണ്. അപ്പോൾ ഞാൻ തമ്പനയിൽ കൊടുത്ത കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇതിൽ രാത്രിയിലെ രാജകുമാരി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ രാത്രികാലത്താണ് ഈ പൂ കൂടുതലായിട്ടും വിരിയുന്നത്. ആ വിരിയുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. ആ സിമ്പിൾ കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കുള്ള ആ സെക്ഷൽ ഡിസയർ കൂട്ടും. ഇതിൻ്റെ ഓയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അരോമാറ്റിക് തെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യുമ്പം ഈ സെക്ഷൽ ഈ പറഞ്ഞ പോലെ തന്നെ താല്പര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അതുമാത്രമല്ല നമുക്കുണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനെതിരെ നമുക്കുണ്ടാകുന്ന റെസ്പിറേറ്ററി ഇഷ്യൂകൾ, അതുപോലെ തന്നെ വേദനകൾ, പല ഭാഗത്ത് വരുന്ന നീർക്കെട്ടുകൾ, അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠകൾ, അങ്ങനെയുള്ള കുറേ മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ, അപ്പം അങ്ങനെയുള്ള ഒട്ടനവധി ഈ പറഞ്ഞ പോലെ തന്നെ അവസ്ഥകൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓയിലാണ് ഈ പറഞ്ഞ പോലെ ട്യൂബ് റോസിൻ്റെ എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രോപ്പ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്കതിനെപ്പറ്റി ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പം കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.